നമുക്കിന്നൊരു മീൻ കറി തയ്യാറാക്കിയാലോ. നെയ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടായതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്തതാണ്, അതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് കറി ആയതുകൊണ്ട് പച്ചമുളക് അധികം ചേർക്കുന്നില്ല. ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ മുഴുവനും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കറി നന്നായി ഒന്ന് കുറുകി കിട്ടണം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും മതിയാകും. ഇനി ഒന്ന് തിളച്ച് കിട്ടണം. അതിനുമുമ്പ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തോട്ടുപുളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ഇനി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. കറി ഇപ്പോൾ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 20 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ സമയത്തിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത്രയും മതിയാകും. നമ്മുടെ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.